അച്ഛൻ സ്കൂളിൽ പോകാൻ നോക്കി. സോറി അമ്മ, ഞാൻ മറന്നുപോയി. നമുക്ക് സ്കൂളിലേക്ക് വേണം. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ നോക്കിക്കേ. എനിക്കൊരു സൈക്കിളുണ്ട്, അച്ഛനും അമ്മയ്ക്ക് 2 ബൈക്ക് മാത്രമേ ഉള്ളൂ. നമുക്കൊരു കാർ വാങ്ങിക്കാനുള്ള കാശ് ഇല്ല. ഭയങ്കര കാശിന് മുഖ്യ. അച്ഛനൊരു കൃഷിക്കാരനാണ്, പിന്നെ അമ്മയ്ക്ക് വെച്ചാൽ അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. അമ്മ ശരിക്കും എന്താ പറയാ, അല്ല അമ്മ ശരിക്കും ഒരു മേട് നമ്മളൊരു മിഡിൽ ക്ലാസ്സാണ്. മേടാ ആ ജോലിയേ ഉള്ളൂ. കഷ്ടം പോയി കുളിച്ചിട്ടൊക്കെ വരാം. അമ്മ കുളിച്ചിട്ട് വന്നു. ഞാൻ ഈ സ്കൂളിലേക്ക് പോകും. അമ്മ വേറൊരു സീനുണ്ടായിരുന്നു, എനിക്ക് പറഞ്ഞില്ല. സൈക്കിൾ ഓടിച്ചു നല്ല വഴുന്നാണെങ്കിൽ സൈക്കിളിൻ്റെ ടയറൊന്ന് പഞ്ചറായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മയുടെ ആക്റ്റീവ് ഒന്ന് എടുത്തോട്ടോ. പ്ലീസമ്മ, ഇത് പഞ്ചറാണ്ടല്ല. ശരി, എടുക്കാറില്ലെന്നല്ല. ഞാൻ എന്തായാലും ജോലിക്ക് പോകുന്നില്ല. അപ്പം നീ എടുത്തു. അച്ഛൻ ജോലിക്ക് പോയില്ലേ? ഇല്ല, കുറച്ച് സമയം എടുക്കും പോവാൻ. ഓക്കെ. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോവാം. സ്കൂളിലേക്ക് പോവാം. അമ്മയുടെ ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ശരി അമ്മ, ബൈ. ബൈയുടെ മോനെ, ബൈ. ഗൈസ്, ഞാൻ എപ്പോഴും വിചാരിക്കുന്നു ഒരു കാറ് വാങ്ങണമെന്ന്. പക്ഷെ അതിനുള്ള കാശില്ല. എന്തെങ്കിലും എനിക്ക് പണിയെടുത്ത് കാറ് വാങ്ങണം ഗൈസ്. കാറ് വാങ്ങണം എനിക്ക് എന്തായാലും. കാറ് വാങ്ങിയാലേ പറ്റുള്ളൂ. സ്കൂൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഇതുപോലെ ഒരു വില്ലേജില്ല സ്കൂൾ വരുന്ന. വില്ലേജിലല്ലേ, ഇത് കുറച്ചു ദൂരം പോണം. ഈ ഭാഗത്തൊന്നും അല്ല, കുറച്ചു ദൂരം ഇനിയും പോണം ഗൈസ്. ഇച്ചിരി ദൂരം. അച്ഛൻ ഫാർമറുടെ അമ്മ മേടിന്റെ അവസ്ഥ നോക്കി. നമ്മുടെ സ്കൂൾ വരുന്നത് ദാണ്ട് ഈ 4 ബിൽഡിംഗ് ആണ്. ലെന്തെന്ന് പറയുന്നത് ദാണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക് എന്തായാലും സ്കൂളിൽ കയറാം ഗൈസ്. സ്കൂളിൽ കയറി വരാം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ ഗൈസ്. താണ്ട് ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടി. എന്തായാലും ലംബോർഗിനി, ഉറൂസ്, ടാറ്റ, സിയാര, ഫോർച്യൂണർ. എനിക്ക് യോഗ്യത. പക്ഷെ എനിക്ക് എന്തായാലും എങ്ങനെയെങ്കിലും ഒരു കാർ മേടിച്ച് പറ്റും. പക്ഷെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും എനിക്കൊരു കാർ മേടിക്കണം ഗൈസ്, എങ്ങനെയെങ്കിലും. നമുക്ക് എന്തായാലും സ്കൂളിൽ കയറിയിട്ട് വരാം. സ്കൂളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ശരിക്കും അധികം ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ഭയങ്കര ഫ്രീ പീരീഡൊക്കെ ആയിരുന്നു. ഇന്ന് അധികം ക്ലാസ് ഇല്ലായിരുന്നു ശരിക്കും പറയാൻ. കാരണം പല ടീച്ചേഴ്സും ലീവ് ആയിരുന്നു. പിന്നെ ഇന്നെന്തോ വേറെ നമ്മുടെ സീനിയേഴ്സിന് അവർക്കാന്ന് തോന്നുന്നു എന്തോ യൂത്ത് ഫെസ്റ്റിവല്ലോ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് വഴി. അല്ല വഴി തെറ്റിപ്പോയി. വഴിയാണ് ഇതല്ലേ വഴി? അല്ലല്ല, അപ്പുറത്തെ സൈഡാ. ഞാൻ വഴി മറന്നുപോയി ഗൈസ്. എൻ്റെ ഇത് പോയി നന്നാക്കണം ഗൈസ്. എൻ്റെ മറ്റേ സ്കൂട്ടി പോയി അയ്യോ, അമ്മയുടെ സ്കൂട്ടറിൽ സ്ക്രാച്ച് ആയ എന്നാ ഞാൻ ഇന്ന് തീർന്നു. ഭാഗ്യമൊന്നും പറ്റിയില്ല. പിന്നെ നന്നായി ഓടുന്നുണ്ട്, ഇതുവഴിക്കൊന്നും പറ്റിയില്ല. ഭാഗ്യമൊന്നും പറ്റിയില്ല. ചെറുതായും തട്ടി, പക്ഷെ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. അമ്മ ഇതറിഞ്ഞ് തീർക്കും. വഴി വീണ്ടും തെറ്റിയോന്നൊരു സംശയം. അല്ലല്ല, തെറ്റിയിട്ടില്ല. ഇതുവഴിയാണ് ചെറുതായിട്ടൊന്ന് സ്പാർക്ക് എന്തോ വന്നാണ്. കുഴപ്പമില്ല വണ്ടിക്ക്. ഞാൻ വഴി മറന്നുപോയോണ്ട് വഴി എനിക്ക് ഓർമ്മയിട്ടില്ല. ഓക്കെ ല്ലേ വഴി ഞാൻ മറന്നു പോയാ. അയ്യോ, പെട്ടുപോയാ. നമുക്ക് എന്തായാലും പോവാം. ഇതല്ലേ എൻ്റെ വീട്? ഇവിടെ അതാണ്ട് എൻ്റെ വീടെത്തി. ഓക്കെ ഗൈസ്, നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. ഓക്കെ. അതെ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്താ മോനെ? എന്താ?
നമുക്കൊരു വണ്ടിയൊക്കെ വാങ്ങിക്കണ്ടേ? എന്താ മോനെ ഇത്, കയ്യിൽ കാശില്ലാത്തോണ്ടല്ലേ, ഇല്ലെങ്കിൽ സെറ്റാക്കായിരുന്നില്ലേ? ഒരു വണ്ടി കാറ് വാങ്ങിക്കുന്ന മോഹമുണ്ട്. നീ നമ്മളെ സ്കൂട്ടറിൽ എടുത്തോ, വല്ല സ്ക്രാച്ചും ആയാ? ചെറുതായിട്ടൊരു വണ്ടി തട്ടി, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഒരു സ്ക്രാച്ച് പോലും ആയിട്ടില്ല. വണ്ടി നന്നായി ഓടുന്നുണ്ടല്ലോ. ഓടുന്നുണ്ട്. പക്ഷേ ഞാൻ വരുന്ന വഴിയില്ല ആ വണ്ടി എന്തോ ഞാൻ നോക്കിയാ വന്ന്. സാരമില്ല അമ്മ, ക്ഷമിക്കുന്നു, നീ പേടിക്കൊന്നും വേണ്ട. വണ്ടി പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എന്തെങ്കിലും പണി ചെയ്ത് വണ്ടി എടുക്കട്ടാ? നീ പണി ചെയ്യേ. എന്ത് പണി? അല്ല വല്ലതും ജോലി? അല്ല ഇതിപ്പം നീ പഠിക്കല്ലേ? അല്ല ഒരു മീൻസ് ഫുൾ ടൈം ജോബല്ല, ഒരു പഠിച്ചിട്ട് വന്നിട്ട് ജോലി, അങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എന്നാ അങ്ങനെ ചെയ്തോ. പക്ഷെ നിന്റെ പഠിത്തം ഉഴപ്പരുത്, അത്രേ ഉള്ളൂ. അങ്ങനെ ആകത്തില്ല. ഓക്കെ. ഇവിടെ പിന്നെ ജോലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ജോലിയൊന്നും ഇല്ല ഇവിടെ. വേറെ അപ്പുറത്തൊരു സിറ്റി ഉണ്ട്, അവിടെ വേണമെങ്കിൽ പോയി നോക്കാം. ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ല. അപ്പുറത്തെ സിറ്റിയിലും പോയി നോക്കണം ഗായ്സ്. അതെ. ഓക്കെ, നമുക്ക് എന്തായാലും തൊട്ടപ്പുറത്തുള്ള സിറ്റിയിൽ പോയി ജോലി എടുക്കാം. പക്ഷെ ഇച്ചിരി ദൂരമുണ്ട് അവിടെ പോകാൻ. ബൈക്കിൽ പോയാൽ പാടാ. ഇത് ആർട്ടെങ്കിലും എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലൊക്കെ വണ്ടി ഉണ്ട്, വേണമെങ്കിൽ റെൻറ്റിന് എടുത്തിട്ട് തൽക്കാലം പോകാം. റെൻറ്റിനല്ലേ, പിന്നെ കാശുണ്ടാക്കിയിട്ട് പതുക്കെ കൊടുക്കാമല്ലോ. ആണെങ്കിലും കാശ് ചോദിക്കുന്നുണ്ടെത്തില്ല, പക്ഷെ ഇതിനു വേണ്ടി ചോദിച്ചേക്കാം ഞാൻ. ഓക്കെ. അപ്പം വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പിന്നെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ വണ്ടി ചോദിച്ചു. തൽക്കാലത്തേക്ക് അവൻ തന്നതാ. സ്കൂളിൽ ടാറ്റ സിയറെ അന്നയില്ലേ, അതിൻ്റെ മറ്റേ വിളിച്ചിട്ട് ഫ്രണ്ട്സ് ചോദിച്ചാൽ എന്താന്ന് വെച്ചാൽ അവർക്ക് ഇതൊന്നുണ്ട് ഒരിത്. പക്ഷെ ഈ ഫ്രണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. വണ്ടിയാണ് തൽക്കാലത്തേക്ക് ചോദിച്ചത്. ഈ ടാറ്റയുടെ സിയാരി ഇത് ഇങ്ങോട്ട് വരാൻ മാത്രമാണ്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് ബൈക്ക് ഓടിച്ച് വരാനാണ്, കാറിൽ പോയാലേ പറ്റത്തുള്ളൂ. കാരണം കുറച്ച് ദൂരമുണ്ട് വില്ലേജിൽ നിന്ന് ഇവിടം വരെ വരാൻ. അതാണ് ഇവിടെ ഞാൻ നോക്കിയിട്ട് പെട്രോൾ പമ്പാണ് ബെസ്റ്റ്. വേണമെങ്കിൽ അവിടെ നമുക്ക് ജോലി എടുക്കാം. തൽക്കാലം പെട്രോൾ പമ്പിൽ ജോലിയുണ്ട്, അവിടെ നിന്നാണെങ്കിൽ ജോലിയൊക്കെ എടുക്കാം. ഓക്കെ. ഇത് ദൂരമുള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ബൈക്കിൽ വരായിരുന്നു. ഈ സിറ്റിയിൽ ദൂരമുള്ളതുകൊണ്ടാണ്. ഓക്കെ ഗായ്സ്, ഞാൻ പോയി ചോദിച്ചൊക്കെ നോക്കട്ടെ ജോലി കിട്ടുമോന്ന് ഇവിടെ. ഓക്കെ ഗായ്സ്, ജോലിയൊക്കെ കിട്ടി. എൻ്റെ ഒരു ശരിക്കും ഡ്യൂട്ടി ടൈം വരുന്നത് എത്ര മണിക്ക്? ഒരു സ്കൂൾ വരുന്നത് ഒരു 3:30 ആ സമയം. അങ്ങനത്തെ ഒരു 5 മണി തൊട്ട് ഒരു 7 മണി വരെയാണ് ഡ്യൂട്ടി ടൈം. കുറവാണ്. പിന്നെ ഒരു മാസം കിട്ടുന്നത് ഒരു 25,000 ഒക്കെ ഒരു മാസം കിട്ടുമായിരിക്കും. അങ്ങനത്തെ ആൾ പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും പതുക്കെ പണിയെടുത്ത് നോക്കാം. കുറച്ച് കാശ് ഇട്ടാകുമ്പം എൻ്റെ ആഗ്രഹം മെയിനായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് എടുക്കുക. ഇത് ഫുള്ള് ഇതായിട്ട് എടുക്കണം, സെക്കൻഡ് ഹാൻഡ് വേണ്ട, ഫുൾ. അതെൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഒരു മാസത്തിന് ശേഷം ഓൾമോസ്റ്റ് കാശ് സെറ്റായിട്ടുണ്ട് വണ്ടിക്കാണ്. എൻ്റെ ഒരു ആഗ്രഹം ഏത് വണ്ടി എടുക്കണം? ഷിഫ്റ്റ് ഒന്നും വേണ്ട, എനിക്കൊരു സ്കോർപ്പിയോ എടുക്കണം. സ്കോർപ്പിയോക്കെ ഉള്ളൊരു കാശ് സെറ്റായിട്ടുണ്ട്. എൻ്റെ കൂടെ പിന്നെ എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഗൈസ്. ഈ വണ്ടി എനിക്ക് തന്ന ഫ്രണ്ട്. ശരിക്കും ഇത് തിരിച്ചു പോകുമ്പോഴേ, ഇല്ലെങ്കിൽ ഈ സിറ്റിയിൽ വണ്ടി ഇട്ടിട്ട് പോകേണ്ടി വരും. ഈ വണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടി അതിനും കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഈ ജോലിക്ക് പോകുന്ന അവർക്കറിയാം, പക്ഷെ വണ്ടി എടുക്കുന്ന എന്നാലും ഒന്ന് എടുക്കണം. ആ ഒരു എന്താ പറയുക, എടുക്കണം എന്ന് പറയുന്നത് അവർക്കറിയാം. ഞാൻ ഇടയ്ക്ക് എടുക്കാമെന്ന് പറയാറുണ്ട്, പക്ഷെ ഈ സർപ്രൈസായിട്ട് ഈ കൊടുക്കുന്നത് അവർക്കറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. മഹീന്ദ്രയുടെ സ്കോർപ്പിയോ, മഹീന്ദ്രയുടെ ഷോറൂമുണ്ട്. പക്ഷെ കുറച്ച് ദൂരമുണ്ട്. കുഴപ്പമില്ല, അത്ര ദൂരമൊന്നും ഇല്ല. ഫ്രണ്ട് എന്താ പറയുന്നത്? ഹലോ ഗൈസ്,
ഇപ്പം പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ പോവാണ് എൻ്റെ ഫ്രണ്ട്. അയ്യോ അപ്പം അതൊക്കെ എടുക്കും. അതെ അപ്പം വണ്ടി എടുത്തിട്ട് നേരെ എൻ്റെ ഈ ഫ്രണ്ട് വണ്ടിയും കൊണ്ട് നേരെ വില്ലേജിലേക്ക് തിരിച്ച് പോകും. ശരിക്കും വില്ലേജിൽ തന്നെ ഇല്ലേ, വില്ലേജിലെ താമസിക്കുന്നല്ലേ. അതെ അതെ. ഓക്കെ, മഹീന്ദ്രയുടെ ഷോറൂം ഇതാണ്. ഏതൊക്കെ എൻ്റെ ഒരു ആരെങ്കിലും സ്കോർപ്പിയോ എടുക്കാണ്. നമുക്ക് നോക്കാം. ഓക്കെ 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 ഇവിടെ കൊണ്ട് വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ വേണ്ട, കുറച്ച് അകത്തോട്ട് പോയി പാർക്ക് ചെയ്യാം. അത് വണ്ടിയൊന്നും ഇല്ലേ, താഴൊന്നും കാണാനില്ല. നോക്കാം, ചിലപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഫ്രണ്ടേ പുറത്ത് വന്നോളൂ. ഓക്കെ, അവിടെ ഫ്രണ്ടേ നമുക്ക് പോകണ്ടേ? പിന്നല്ലാണ്ട് പോവാം. ഓക്കെ, നമുക്ക് ഷോറൂമിൽ കയറാം. വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട്. താണ്ട അവിടെ ഓണായിപ്പോൾ ഉണ്ട്. സ്കോർപ്പിയോയുടെ ഇത് S11 പിന്നെ കാർ റോക്സ് സ്കോർപ്പിയോന് കിട്ടിയ കൊള്ളാം. സാരില്ല, തൽക്കാലം സ്കോർപ്പിയോയുടെ S11 എടുക്കാം, കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഒരു കാശ് വെച്ചു തൽക്കാലം ഒരു വണ്ടിയല്ലേ, നമുക്കിത് തൽക്കാലം എടുക്കാം. സാർ ഏത് കേസ്? അപ്പം ശരിക്കും സ്കോർപ്പിയോ എന്നെ എടുക്കണമെന്നായിരുന്നു. സാരില്ല, തൽക്കാലം ഈ സ്കോർപ്പിയോ S11 മതി. സാർ എനിക്ക് കുറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ട്. പേപ്പർ വർക്കൊക്കെ നമുക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട് വണ്ടിയുടെ അങ്ങോട്ട് പോയായിരുന്നു വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി. ഇനി അവൻ വണ്ടി എടുത്ത് തിരിച്ച്, അയ്യോ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ആദ്യമേ കൊണ്ടിരിച്ച്, പക്ഷെ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല കേട്ടോ. സ്ക്രാച്ചൊന്നും ആയില്ല. അപ്പം ശരി, ഞാൻ പോവാം. ഓക്കെ നമുക്കിനി എന്തായാലും പോവാം ഗൈസ്. ഭാഗ്യത്തിന് സ്ക്രാച്ചൊന്നും ആയില്ല, ജസ്റ്റ് മിസ്സാ. ഇല്ലെങ്കിൽ ഇപ്പം സ്ക്രാച്ച് ആയേനെ. ചെറുതായും തട്ടിയല്ലോ, സ്ക്രാച്ചൊന്നും ആയിട്ടില്ല ഭാഗ്യത്തിന്. ഓക്കെ പോവാം, ഞാൻ പോവാം ഗൈസ്. ഇത് ആദ്യത്തെ കാറാണ് എൻ്റെ ശരിക്കും ഞാൻ ആദ്യമായിട്ട് കാർ ഓടിക്കുന്ന. മീൻസ് എന്താ പറയുക, ലൈസൻസ് എടുക്കാം. അയ്യോ ഡോർ ചെറിയ ജാമാണ്. കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടാ, അത് കുഴപ്പമില്ല. ഓക്കെ, അതൊക്കെ ഓടിക്കാം. എല്ലായിടത്തും കൊണ്ട് ഇടിച്ചല്ലേ പണിപ്പാളും. ഓക്കെ നമുക്കെന്തായാലും നേരെ ലെറ്റ്സ് ഗോ ടു വില്ലേജ്. എൻ്റെ ഫ്രണ്ട് അവൻ്റെ വണ്ടി എടുത്തിട്ട് തിരിച്ച് വില്ലേജിലേക്ക് പോയിക്കോ, അവൻ്റെ വീട്ടിലേക്ക്. നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം, വില്ലേജ്. ഓക്കെ പോകൂ. ഓക്കെ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഓക്കെ, ഞാൻ ഇച്ചിരി സ്പീഡ് എടുക്കുന്നുണ്ട്. നേരത്തെ തട്ടി, പക്ഷെ ഡോറിൽ തട്ടിയിട്ടും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് മിസ്സാ, ദൈവാധീനം കൊണ്ട് മാത്രം. കേസ് നമുക്ക് ഇനി നേരെ അവിടെ എത്തിയിട്ട് തരണം. അവരുടെ റിയാക്ഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല, പാരൻസിൻ്റെ. ഓക്കെ, നമുക്കെന്തായാലും അവിടെ എത്തിയിട്ട് കാണാം സ്ഥലത്ത്. ഓക്കെ, വില്ലേജ് എത്തിയിട്ട് കാണാം. ഓക്കെ, ഫൈനലി വില്ലേജ് എത്തിയിട്ടുണ്ട്. പാരൻസിൻ്റെ റിയാക്ഷൻ ഒന്നും എനിക്കറിയത്തില്ല. രണ്ട് സ്കോർപ്പിയോ എന്നൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തേക്കാം. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി ചിലപ്പം വീട്ടിൽ കൊണ്ടിടാറുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ സ്കൂളില്ലാത്ത ദിവസം പോകും, അപ്പം അന്നൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടിടാറുണ്ട് വണ്ടി. അപ്പം അവർക്ക് അറിയത്തില്ല, ചിലപ്പോൾ അവർ വിചാരിക്കും ഇത് വേറെ എന്തെങ്കിലും മേടിച്ചാണെന്ന് എനിക്കറിയത്തില്ല. വണ്ടിയൊക്കെ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് ഭാഗ്യത്തിന്. കാരണം ഇവിടെ ഞാൻ ഈ വണ്ടി കൊണ്ട് ഇടുവേ ഫ്രണ്ടിൻ്റെ. അപ്പോൾ കുഴപ്പമില്ല, തൽക്കാലം ഈ വണ്ടി ഇവിടെ ഹാൻഡ് ആയിട്ട് കാണുന്നു. ഇവിടെ ഒരു ഷെഡ് വല്ലതും പണിയാണല്ലോ, ഈ വണ്ടിക്ക് തുരുമ്പ് പിടിക്കും വെയിലത്തിടുന്ന. അത്ര വെയിലൊന്നുമില്ല. ഇനി പാരൻസിൻ്റെ റിയാക്ഷൻ നോക്കാം. മോനെ എന്തൊക്കെ നമ്മൾ വിളിച്ചോണ്ട് വന്ന? അല്ല, നീ വേറെ ആരുടെങ്കിലും വണ്ടി എടുത്തായിരുന്നു മുന്നേ? നിൻ്റെ വേറെ ആരുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയല്ലേ എടുത്തതും? സാധാരണ നീ അവരുടെ എടുക്കാറുള്ളൂ. ഇതാരുടെ വണ്ടി? രണ്ടിന് അങ്ങോട്ട് പോകാൻ വേണ്ടി. അച്ഛാ, നിങ്ങൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ലേ? ഇതേ വണ്ടി എടുത്ത്, ഇത് ശരിക്കും എൻ്റെ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്തിട്ട് എടുത്ത വണ്ടിയാ. പുതിയ വണ്ടിയാ ശരിക്കും? അതെ അച്ഛാ.
മോനെ ഇത് ഏതാ വണ്ടി? സ്കോർപിയോ S11. ആ ഇത് സെക്കൻഡ് ഹാൻഡാണോ അതോ എങ്ങനെയാ? പുതിയ ബ്രാൻഡ് ന്യൂ മോഡലാ, സെക്കൻഡ് ഹാൻഡ് ഒന്നുമല്ല. ഓ അതുകൊള്ളാലോ, നിനക്ക് ഇത്രയും കാശിട്ടല്ലേ. നമ്മൾ പോലും ബൈക്ക് സെക്കൻഡ് ഹാൻഡാണ് എടുത്തത്. ആ അതെ അതെ, എന്നാലും വർക്ക് ചെയ്തെടുക്കാൻ പറ്റി. ഇനി നമുക്ക് ഈ കാറുണ്ടല്ലോ സ്കോർപിയോയുടെ S11. ഇനി എനിക്ക് പറ്റിയെങ്കിൽ വർക്ക് ചെയ്തിട്ടൊരു നല്ല ബൈക്കും കൂടെ മേടിക്കണം, സൈക്കിളൊക്കെ ഒന്ന് മാറ്റിയിട്ട്. അതെ മോനെ, നിന്നെ കൊണ്ടത് പറ്റും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയുള്ള ഈ വീഡിയോ. അപ്പം ഇനി പുതിയ വീഡിയോസ് കാണുന്നതിൻ്റെ ഗുഡ് ബൈ ഗൈസ്.